Hello, good morning, my dear friends. Today I'm speaking about the topic why efforts are more powerful than words. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മുടെ എഫേർട്സ് നമ്മളുടെ വാക്കുകളെക്കാളും ഭയങ്കര പവർഫുള്ളായിട്ട് ആൾക്കാരുടെ ലൈഫിൽ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അത് വെച്ചിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് പല കാര്യങ്ങളും വാക്കുകൾ കൊണ്ട് പറയുന്നത് ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് അത് എന്ത് ചെയ്യത്തില്ല, അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. എന്നാൽ അത് നമ്മളവരെ എന്താണ് ചെറിയ ചെറിയ എഫേർട്സ് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടെ ദേ സ്റ്റാർട്ട് ടു നോട്ടീസസ്, ദേ സ്റ്റാർട്ട് ടു ഗിവ് വാല്യൂ ടു അസ്. അപ്പം എഫേർട്സ് എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അപ്പം എല്ലാവർക്കും ഒന്നും ഒരു ചെറിയ ചെറിയ എഫേർട്സ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരാളെ ജെന്യൂനായിട്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് അവരുടെ നോട്ടീസ് ചെയ്യാനും നമുക്കത് പെർഫെക്റ്റായിട്ട് ചെയ്യാനും മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന എഫേർട്സും പിന്നെ അതുപോലെ തന്നെ ആരണ്ട് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഷോ ഓഫിന് വേണ്ടി ചെയ്യുന്ന എഫേർട്സും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇഫ് ഐ സേ യു എൻ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ നമ്മുടെ പാരൻസിന് വേണ്ടി ജസ്റ്റ് അവരെ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകുക, അവർ കണ്ടറിഞ്ഞ് അവർ നമ്മളോട് പറയത്തില്ലായിരിക്കും. ജസ്റ്റ് ഒരു ഒരു എഫേർട്ട് എടുത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറയുക, ജസ്റ്റ് ഒരു വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു ചായ എടുത്ത് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ജസ്റ്റ് ഗീവ് ദം എ ഹഗ് ഓർ സേ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു നല്ല ചിലപ്പോൾ ഒന്ന് ചിരിച്ചാൽ മതിയായിരിക്കും. അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലേ, ഒരു മഴത്തുള്ളി അല്ല, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഴത്തുള്ളി, ആ മഴത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറിയ ചെറിയ തുള്ളികൾ നമ്മൾ കൂട്ടി വെച്ച് സ്റ്റോർ ചെയ്താകുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളമാകുന്നല്ലേ. അപ്പം അതുപോലെ ഓരോ തുള്ളിക്കും ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ എഫേർട്സിന് വലിയ വലിയ വാല്യൂസാണുള്ളത്. അപ്പം ആ ഒരു ചെറിയ ചെറിയ എഫേർട്സാണ് പിന്നീട് വലിയൊരു കാര്യമായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം എഫേർട്സും ഒക്കെ ചെയ്യുമ്പം ജസ്റ്റ് ഡോണ്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക അപ്രിസിയേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ അപ്രിസിയേഷൻ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ എഫേർട്ട് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നിരാശയായിരിക്കും തരിക. എപ്പോഴും എല്ലാവരും അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അത് അത്രയും ജെമ്മായിട്ടുള്ള റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ ചെറിയ ചെറിയ എഫേർട്സിനെ പോലും ഒന്ന് പുഷപ്പ് ചെയ്യാൻ വേണ്ടി അപ്രിഷിയേഷൻ എന്ന് പറയുന്നത് ചെയ്യത്തുള്ളൂ. അത് എല്ലാവരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ അപ്രിസിയേഷൻ എന്നൊരു ഫോം എന്ന് പറയുന്നത്. someone so gem cheap people cannot afford that loyalty. ഓക്കെ, അപ്പോൾ അതാണ് എഫേർട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലോയൽറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അത് രണ്ട് ഡിഫറെൻറ്റ് ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും ഓക്കെ, ഇതിനകത്ത് വരുന്ന ഒരു സംഭവമാണ് എഫേർട്സ്. ഇപ്പോൾ നമുക്ക് പലരോടും പല വർക്കുകൾ പറയാം. ഓക്കെ, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, നമുക്ക് ചിലപ്പം ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ പറയാം. പക്ഷേ ആ പറയുന്ന ആത്മാർത്ഥമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്സിലും അതുണ്ടാവും. നമ്മളവരെ ഓരോ ഇപ്പം ഫ്രണ്ട്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മളെ കൊണ്ട് എല്ലാവരും ബിസിയാണ്, കഴിയുന്ന സമയത്തൊക്കെ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് അവരുടെ ക്ഷേമാന്വേഷണമൊക്കെ അന്വേഷിക്കുക. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തട്ടും. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ഒരിക്കലും മനസ്സിൽ തരത്തില്ല. ഇങ്ങനെ ചെറിയ ചെറിയ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ചെയ്യുമ്പോഴായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ വേർഡ്സ് എന്ന് പറയുന്നത് എഫേർട്സിനേക്കാളും ഒരിക്കലും വാല്യൂ തരുന്നൊരു സംഭവമല്ല. the efforts are more powerful than words. അപ്പോൾ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് 1000 വാക്കിന് തുല്യമാണ്. ദാറ്റ് മീൻസ് ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറയുന്ന പോലെ. അപ്പം
അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവുമായിരിക്കും അല്ലേ, ഇങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് ഒരു കാര്യം നടക്കാതെ ഇതുവരെ എന്ന് വെച്ചാൽ. പക്ഷെ നമ്മൾ കുറേ വാക്കുകളും കുറേ കുറേ വാഗ്ദാനങ്ങളും ഒക്കെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ബിക്കോസ് പീപ്പിൾ വിൽ സീക്ക് അറ്റൻഷൻ. നമ്മൾ ആദ്യം ഒന്നും അറ്റൻഷൻ ചെയ്യലായിരിക്കും, പക്ഷേ അതൊരു സൈക്കോളജിക്കൽ വേ ആണ്. നമ്മളിങ്ങനെ എഫേർട്സ് ഇടുമ്പോൾ തോറും ജസ്റ്റ് പീപ്പിൾ ഗെറ്റ് നോട്ടീസ്. ഓക്കെ, ദേ കെയർ അബൌട്ട് മീ, ദേ ജെന്യൂൻ കെയർ. ഒരു മൈൻഡിൻ്റെ കളിയാണ്. അപ്പം ഇന്നത്തെ ടോപ്പിക് ഇതായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ടോപ്പിക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.